പ്രത്യേകിച്ച് ഒന്നുമില്ല പടത്തിൽ. അത് ലൈക്ക് കണ്ട് മടുത്ത സാധനം തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ശങ്കർ പടം എന്ന് പറയേയില്ല. രാംചരന്റെ ഷോ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ഇന്ത്യൻ ടൂവിനേക്കാളും ബെറ്ററാണ് സിനിമ. വൺ ടൈമായിട്ട് തിയേറ്ററിൽ പോയി സമയം ഉണ്ടെങ്കിൽ കാണാം. ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗെയിം ചേഞ്ചർ രാംചരൺ നായകനാവുന്ന സിനിമയുടെ ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം. ആവറേജ്, വെരി ആവറേജ്, അത്രയ്ക്കേ ഉള്ളൂ. ലൈക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പടത്തിൽ. അത് ലൈക്ക് ശങ്കറിൻ്റെ ആ പഴയ ശങ്കർ അതിനേക്കാളും ബെറ്റർ എന്ന് പറയാം. അതാണ് എൻ്റെ പോസിറ്റീവ്. പിന്നെ തമൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. രാംചരനെ പോലുള്ള നല്ല ആക്ടറാണ്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യും നന്നായിട്ട് ആ ഒരു കോംബോ. പക്ഷേ ശങ്കർ ഇനി മാറണം. ശങ്കർ ഇതുപോലെ തന്നെ എടുക്കും. സ്ഥിരം ക്രിഞ്ച് തന്നെയാണ്. വലിയ ക്രിഞ്ചല്ല, പക്ഷേ കണ്ട് മടുത്ത സാധനം തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ശങ്കർ പഴയ ശങ്കറിലോട്ട് തിരിച്ചു വരണമെന്നുണ്ട്. അപ്പം അതൊന്ന് മാറിയാൽ ശങ്കർ നന്നായിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ചേട്ടാ ആവറേജ്. തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടും, നമുക്ക് വലിയ ഇതില്ല. സാധാരണ ശങ്കർ പടം ഒരു ബ്രഹ്മാണ്ഡം. അയ്യോ അങ്ങനെയൊന്നുമില്ല. ശങ്കർ പടം എന്ന് പറയേയില്ല. ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫിൽ എവിടെയൊക്കെ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ വീണ്ടും ക്ലൈമാക്സിൽ ഇന്ത്യനേക്കാളും ബെറ്ററാണ്. അയ്യോ ഒന്നുമില്ല ചേട്ടാ. ഇല്ല, നല്ല ഫിലിമായിരുന്നു, കുഴപ്പമില്ല. ശങ്കറിന്റെ തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റൂല. ശങ്കറിന്റെ പഴയ പൊളിറ്റിക്സ് തന്നെയാണ് ഫിലിം. സ്ഥിരം മറ്റേ കോഴ അതൊക്കെ തന്നെയാണ്. പക്ഷെ പടം കൊള്ളാം, മോശമല്ല, കൊള്ളാം. ബ്രോ പടം ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ശങ്കറിന്റെ ഒരു ബ്രഹ്മാണ്ഡം ഉണ്ടായിരുന്നു. ആവറേജ് പടം, കുഴപ്പമില്ല. പടം ഇന്ത്യനേക്കാളും ബെറ്റർ ആയിരുന്നു. അതിന് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്രിഞ്ചായിരുന്നു. രാംചരന്റെ ഷോ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ശങ്കറിന്റെ ബ്രഹ്മാണ്ഡം ഉണ്ടായിരുന്നു സോങ്ങിലൊക്കെ. അതുണ്ടായിരുന്നു. ബിഗ് ബഡ്ജറ്റ് അല്ലേ എല്ലാം സോങ്ങിന് 95 കോടിയല്ലോ ഓരോ പാടിന്. അതിൻ്റെ ഉള്ളതുണ്ട്. വേറെ സിനിമയൊക്കെ ആവറേജ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ അത്രേ ഉള്ളൂ. ഈ കോഴ തന്നെയാണോ ഇതിലും പറഞ്ഞേക്കുന്നത്? അതെ എല്ലാം അങ്ങനെയാണല്ലോ. ഇന്ത്യൻ ടൂ എല്ലാം അങ്ങനെയാണല്ലോ. ശങ്കറിന്റെ എല്ലാ സിനിമയും അങ്ങനത്തെ ജോണറാണല്ലോ. ഓക്കെ അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നുമില്ല. ഒരു ബ്രഹ്മാണ്ഡ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത്രയില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ശങ്കറിന് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും പുള്ളിക്കാരുടെ കരിയറിൽ. പഴയ ഒരു ഇതിൻ്റെ അത്ര ഇല്ല, എന്നാലും കൊള്ളാം. ഇതിനകത്ത് പൊളിറ്റിക്സ് തന്നെയാണോ പറഞ്ഞേക്കുന്നത്? പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പെർഫോമൻസ് അല്ല, സ്റ്റണ്ടൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ട് സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാം. നമുക്ക് അങ്ങനെ ബോറടിച്ചിരിക്കുന്നില്ല, നല്ല എക്സ്പീരിയൻസാണ്. ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആവും. ഇത് കുഴപ്പമില്ല, ഹിറ്റാവും. അത്ര നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലൊന്നും വരത്തില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം ശങ്കറിൻ്റെ ഒരു മുമ്പത്തെ ഇന്ത്യൻ ടൂവിനേക്കാളും ബെറ്റർ ആയിരുന്നു. പേഴ്സണലി ഇന്ത്യൻ ടൂവിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു വൻ പരാജയം. അത് കംപ്ലീറ്റ്ലി എനിക്ക് ഇന്ത്യൻ ടൂവിൽ ക്രിഞ്ച് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയായിരുന്നു. ക്രിഞ്ച് സീൻസ് ഉണ്ട്, കൺഫേം ഉണ്ട്. ഒരുപാട് ക്രിഞ്ച് സീൻസ് ഉണ്ട്. പക്ഷേ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള 1-2 സീൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഗൂസ്മെൻസ് വരുന്ന സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് സീൻസ് ഉണ്ട് അങ്ങനെ. പക്ഷേ ഇല്ല, പൊളിറ്റിക്സ് ആണ്. ബട്ട് ഒരു കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ പാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളതൊന്നും എത്തിയിട്ടില്ല. ഇന്ത്യൻ ടൂവിനേക്കാളും ബെറ്ററാണ് സിനിമ. പെർഫോമൻസ് എസ് ജെ സൂര്യ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. രാംചരൻ്റെ ഫേസിൽ എക്സ്പ്രഷൻസ് ഒന്നും അത്ര കൺവിൻസിങ് ആയിട്ട് വരുന്നില്ല. സോങ്സ് ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയ സോങ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ VFX ആണെങ്കിലും സെറ്റ് ആണെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. സോങ്സ് പക്ഷെ കേൾക്കാൻ എത്ര രസമുണ്ടെന്ന് വെച്ചാൽ അറിയത്തില്ല. വൺ ടൈമായിട്ട് തിയേറ്ററിൽ പോയി സമയം ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ സജസ്റ്റ് ചെയ്യുള്ളൂ. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടില്ല. അത്രേ ഉള്ളൂ.